ഡിസംബർ 11 നാടിനെ നടുക്കിയ കൊലപാതകം. ഉണ്ണി, ശ്യാം, നിധീഷ്, സതീഷ്, രഞ്ജിത്ത്, ശ്രീനാഥ്, സൂരജ്, അരുൺ, ജിഷ്ണു, സച്ചിൻ, പ്രദീപ് എന്നിവരാണ് കേസിലെ 11 പ്രതികൾ. പ്രതികളടങ്ങിയ സംഘം വീട് വെട്ടിപ്പൊളിച്ചു കയറി പോത്തൻകോട് ചെമ്പകമംഗലം ലക്ഷം വീട് കോളനിയിൽ സുധീഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കാൽ വെട്ടിയെടുത്ത് ആർപ്പുവിളിയോടെ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞു. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണിയുടെ സുഹൃത്തിനെ ദേഹോപദ്രവം ചെയ്തതിലും അമ്മയെ ആക്രമിച്ചതിലുമുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2-ാം പ്രതി ശ്യാമും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ വിധിച്ചത് നെടുമങ്ങാട് സ്പെഷ്യൽ സെഷൻസ് കോടതി ജഡ്ജി എ ഷാജഹാനാണ്. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയ കേസിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ നേരിട്ട് കേസ് നടത്തുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ഡോക്ടർ ടി ഗീനാകുമാരി ഹാജരായി. ഈ വിധി പൊതുവിൽ സമൂഹത്തിനൊരു നല്ല മെസ്സേജ് പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. കാരണം ഗുണ്ടകളായിട്ടുള്ള കുറേ പ്രതികൾ പട്ടാപ്പകൽ ഒരു വീടിനകത്തിട്ട് ഒരാളെ വെട്ടിക്കൊന്ന് കാലും ഒക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയ ശേഷം പിന്നീട് സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇനി അത് നടപ്പില്ല എന്ന വലിയ മെസ്സേജാണ് ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജി എ ഷാജഹാൻ ഇന്ന് സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. തന്റെ മകനെ കൊന്ന 11 പേരെയും തൂക്കിലേറ്റണമെന്നായിരുന്നു കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മ ലീല പ്രതികരിച്ചത്. പിന്നെ എന്ത് കാരണമാണെന്നും ഏത് കാരണമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നോട്ട് ഇവനെയൊക്കെ 11 പേരെയും തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെ ഒക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. നെടുമങ്ങാട് മുൻ ഡിവൈഎസ്പി MK സുൽഫിക്കറിന്റെയും പോത്തൻകോട് ഇൻസ്പെക്ടർ ശ്യാമിന്റെയും നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. CCTV ഫുട്ടേജസ്, സൈബർ ഫോറൻസിക് റിപ്പോർട്ട്, പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച പ്രതികളുടെ ബ്ലഡ് സാമ്പിളുകൾ, ഓഫീസർമാർ നൽകിയ മൊഴി എന്നിവയാണ് കേസിൽ നിർണായകമായത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.